ഹലോ, നമുക്കിന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞാലോ. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് ടോപ്പിക് എന്ന്. അതായത് സ്ത്രീകൾ മാത്രമുള്ളൊരു വീട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പം എൻ്റെ പപ്പയും ആങ്ങളമാരൊക്കെ നിങ്ങൾ ചോദിക്കും. എൻ്റെ പപ്പ എൻ്റെ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എനിക്ക് 2 ചേച്ചിമാരാണ്. അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. പപ്പ മരിച്ചു പോയത് ഒരു ആക്സിഡൻറ്റിലാണ്. ഒരു റോഡ് ആക്സിഡൻറ്റിൽ ജീപ്പും ബൈക്കും കൂട്ടിമുട്ടി ഉണ്ടായ ഒരു അപകടത്തിൽ പപ്പ മരിച്ചുപോയി. മരിച്ചു പോകുന്നത് എന്നെ അമ്മ 5 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് എൻ്റെ പപ്പ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പപ്പേനെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ആങ്ങളമാരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഗേൾസ് ഗ്യാങ്ങിൽ വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഗേൾസുമായിട്ട് മിങ്കിൾ ചെയ്ത് വളർന്നു വന്നൊരു കുട്ടി എന്ന നിലയിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കത് സംസാരിക്കാനും പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾ നിലവിലിപ്പം ഗേൾസ് ഗ്യാങ്ങിൽ മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതോ അല്ലെങ്കിൽ ജനനം കൊണ്ടേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് നമുക്ക് എന്ത് വന്നാലും ഒരു പരിധി വരെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഞാൻ അത്യാവശ്യം നല്ല ധൈര്യമുള്ള ഒരാളാണ്. എന്ന് കരുതി ഞാൻ ഭയങ്കര എന്താ പറയുക, ചോരേനെ പേടിയില്ല അല്ലെങ്കിൽ പാമ്പിനെ പേടിയില്ല, അങ്ങനത്തെ ധൈര്യമല്ല ഉദ്ദേശിച്ചത്. ഒരാളോട് ഒന്നൊരു നോ പറയാനോ അല്ലെങ്കിൽ ഒന്ന് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാനോ എനിക്കൊരു ഭയമില്ല. എൻ്റെ ഭാഗത്താണ് ന്യായം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ശരിയാണെന്ന് ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു സമ്മതമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പവർഫുള്ളായിട്ട് എന്നിൽ നിന്ന് സംസാരിക്കും. ഞാൻ വളർന്നു വന്നത് ഒരു സിംഗിൾ പാരൻ്റാണ് എന്നെ വളർത്തിയത്. പപ്പ മരിച്ചു പോയതുകൊണ്ട് തന്നെ അമ്മയാണ് ഞങ്ങളെ 3 പേരെയും വളർത്തിക്കൊണ്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബോൾഡായത് എൻ്റെ അമ്മേനെ കണ്ടുപഠിച്ചിട്ടാണ്. അതെനിക്ക് 100% പറയാൻ പറ്റും. അമ്മയെ കണ്ടുപഠിച്ചിട്ടാണ് ഞാൻ ബോൾഡായത്. അമ്മയുടെ ഓരോരോ അനുഭവങ്ങളാണ് എന്നെ ബോൾഡാക്കിയത്. ഇപ്പം ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, പപ്പ മരിക്കുന്ന സമയത്ത് പപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നേ. പപ്പയ്ക്ക് ഒരു ക്വാറി ഉണ്ടായിരുന്നു, കരിങ്കൽ മട. ആ ഒരു മട നടത്തിക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങനത്തെ പാറമട അങ്ങനെ സംഭവമായിരുന്നു. അപ്പോൾ പപ്പയുടെ മരണശേഷം എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഗർഭിണിയാണ് ആ സമയത്ത് 5 മാസം. ഈ പറയുന്ന പോലെ തീരെ പൊടി പിള്ളേരാണ്. ആ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ അമ്മയ്ക്ക് ആ സമയത്ത് പറ്റില്ല. അതിൻ്റേതായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉള്ളതിന് പറ്റില്ലായിരുന്നു. അപ്പോൾ പപ്പ മരിക്കുന്ന ആ ഒരു സമയത്ത് അമ്മയ്ക്ക് ജോലിയില്ല. പക്ഷേ എനിക്കൊരു 2.5-3 വയസ്സായപ്പോഴേക്കും അമ്മ അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലിക്ക് കയറി. അവിടെ മുതലാണ് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് എൻ്റെ അമ്മ ഇത്രയും ബോൾഡാണെന്നും അമ്മേനെ കണ്ടു പഠിച്ചാൽ മതി, വേറെ ആരെയും എനിക്ക് എക്സാമ്പിൾ വേണ്ട എന്നെനിക്ക് പല പ്രാവശ്യം എൻ്റെ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടുള്ളത് പക്കാ ഒരു ഗ്രാമപ്രദേശത്താട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, അതായത് വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല ഞാൻ പറയുന്നത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ആ ഒരാൾ മാത്രമാണ് 2 വീലർ ഗേൾസിൽ ഓടിക്കുക, അതായത് ലേഡീസിൽ ഒരു ടീച്ചർ മാത്രമേ, ഞങ്ങളുടെ ഒരു കസിനാണ്. അപ്പം മിനിമേമ എന്നാണ് പേര്. മിനിമേമ മാത്രമാണെന്ന് സ്കൂട്ടി ഓടിക്കുക. ബാക്കി ലേഡീസ് ആരും തന്നെ സ്കൂട്ടി ഓടിക്കുന്നില്ല. ഞങ്ങൾ 3 പെൺകുട്ടികളാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അമ്മയാണ് മുന്നിൽ നിൽക്കുക. ഇപ്പം ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാലും ഞങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും എല്ലാത്തിനും അമ്മയാണ് ഞങ്ങൾക്കുള്ളൂ. സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ട് അമ്മയ്ക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റത്തില്ല. അപ്പോൾ പറ്റത്തില്ല എന്നല്ല, അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടത് കൊണ്ട് അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, മക്കളെ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അമ്മയോ ഡ്രൈവിങ്ങോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ നമ്മൾ അമ്മയുടെ ആങ്ങളമാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് വേണോ, റിസ്ക് അല്ലേ, നീ ഈ 3 പെൺപിള്ളേരെ ഇട്ടിട്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മ അവരെ കൺവിൻസ് ചെയ്തു. അതായത് എനിക്ക് വേറെ നിവൃത്തിയില്ല, എൻ്റെ കാല് കുറുതാവുകയാണ്, ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടന്ന് ഇവരുടെ അടുത്ത് ഓടിയെത്തിയിട്ട് എനിക്ക് പറ്റണില്ല, എനിക്ക് എന്തെങ്കിലും ഒരു വാഹനത്തിൽ സഞ്ചരിച്ചേ പറ്റൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു 2 വീലർ ഓടിക്കാൻ പഠിക്കാൻ ഇത്രയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. ഇതിപ്പോഴത്തെ കാര്യമല്ല. ഞാൻ 6ാം ക്ലാസ് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴുള്ള എൻ്റെ അമ്മ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. എൻ്റെ അമ്മ ഒരു വിധവയാണ്, 3 പെൺകുട്ടികളുടെ അമ്മയാണ്. ആ ഒരു ഏജാണ്, ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അമ്മ അങ്ങനെ 2 വീലർ ഓടിക്കാൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫസ്റ്റായിട്ട് ആശാൻ്റെ ഒക്കെ അടുത്ത് പോയി പഠിച്ച് പിന്നെ ഒരു പ്രാക്ടീസ് വേണമല്ലോ, അതിന് വേണ്ടി ഒരു MIT വണ്ടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു.
അപ്പോഴൊക്കെ അയ്യോ ഇതെന്താണിത്. എന്നിട്ട് ആ വണ്ടിയും അമ്മ ഇങ്ങനെ ഓടിച്ച് പഠിക്കുക. അപ്പോൾ അമ്മയ്ക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓടിച്ച് പഠിക്കുന്നുണ്ട്, നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് ഓടിച്ച് പഠിക്കണത്. മറ്റുള്ളവരുടെ കണ്ണിൽ ശരിക്കും ഒരു കോമാളി പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നൈറ്റിയൊക്കെ ഇട്ട് MIT അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിച്ച് പഠിക്കുമ്പം ഞങ്ങൾ പിന്നാലെ ഉണ്ട്, ഞങ്ങൾ അമ്മയുടെ പിന്നാലെ ഓടും. ആ റോട്ടിലേക്ക് അവിടെ വരെ ഓടും, പിന്നെ തിരിച്ച് ബാക്ക് ഇങ്ങോട്ട് ഓടും. അപ്പോൾ കാണുന്നവർക്കൊരു കോമാളി കൈൻഡ് ഓഫ് ഫണ്ടാണ്. കാരണം ഓക്കെ ഈ 3 പെൺപിള്ളേരെ ഇട്ടിട്ട് ഇവളെ എന്ത് സാഹസമാണ് ഈ കാണിക്കുന്നത്, ഇവള് വണ്ടിമേന്ന് വീണ് ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പിള്ളേർ എന്തോ ചെയ്യും, ഇവളെന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ശരിക്കും അമ്മേനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പേര് പോസിറ്റീവ് ക്രിറ്റിസിസംസ് ഉണ്ടായിട്ടുണ്ട്, ചിലർ പക്ക നെഗറ്റീവ് ക്രിറ്റിസിസംസും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ പപ്പ എന്ന് പറയുമ്പോൾ നാട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും സ്നേഹവും ബഹുമാനമുള്ള ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് നല്ല രീതിയിൽ കൺസേൺ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇവൾക്ക് എന്താണ് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. നാട്ടുകാർ കംപ്ലീറ്റ് അറിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഡ്രൈവിംഗ് പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ അമ്മയുടെ ഡ്രൈവിംഗ് പഠിത്തം ഒരു വലിയൊരു സംഭവമായിരുന്നു. അങ്ങനെ നാട്ടിൽ 2ാമത്തെ ആളായി 2 വീലർ ഓടിക്കുന്നത്. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ അമ്മ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ പാസ്സായി 2 വീലർ എടുക്കുന്നത്. നമ്മൾ ആക്റ്റീവയാണ് ആ 2 വീലർ വാങ്ങിക്കുന്നത്. അങ്ങനെ ആ 2 വീലർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ അമ്മേനെ ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം അമ്മ യു ആർ സോ ബോൾഡ്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അമ്മേനെ പറ്റി. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു അമ്മേനെ കാണുമ്പോൾ. പിന്നെയൊക്കെ അമ്മ പാരൻസ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ബാക്കി എല്ലാവരുടെയും പാരൻസ് എന്ന് പറയുമ്പോൾ അപ്പന്മാരൊക്കെ 2 വീലറിലും ബൈക്കിലൊക്കെ വരുന്നു, നമ്മുടെ അമ്മ 2 വീലറിലൊക്കെ വരുന്നത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാത്തിനും നമ്മൾ ഒറ്റയ്ക്കാണോ ഉണ്ടായിരുന്നത് ചെറുതിലേ മുതൽ, നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പപ്പയ്ക്ക് 3 അനിയന്മാരും 2 പെങ്ങന്മാരുമാണ്. അപ്പം അനിയന്മാർ നാട്ടിൽ തന്നെ ഉണ്ട്, നമുക്ക് എന്ത് സപ്പോർട്ടിന് അവരുണ്ട്. നമ്മളൊന്ന് തുമ്മിയാൽ അവർ വരും. അതായത് അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ച് ചോദിച്ച് നമുക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് ചെയ്യാനായിട്ട് പപ്പയുടെ അനിയന്മാർ എന്നും നമുക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ട്. പിന്നെ അമ്മയുടെ ആങ്ങളമാർ, അമ്മയ്ക്ക് 3 ആങ്ങളമാരാണ്. ഒരാൾ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ മരിച്ചുപോയി, പിന്നെ ഒരാൾ ഗൾഫിലായിരുന്നു, പിന്നെ ഒരാൾ അച്ഛനാവും പോയി പള്ളിയിൽ. അപ്പം ഫിനാൻഷ്യലി അവർ നല്ല സപ്പോർട്ട് ചെയ്യണമെങ്കിലും അവരുണ്ടായിട്ടില്ല. അടുത്തുണ്ടായിരിക്കുന്നത് പപ്പയുടെ അനിയന്മാരാണ്. പുരുഷന്മാരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കുറവായിരുന്നു. പപ്പയ്ക്ക് 3 അനിയന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് അവരോട് കൂടുതൽ ബഹുമാനമായിരുന്നു. സ്നേഹം എന്ന് പറയുമ്പോൾ ഫ്രീഡം ഭയങ്കര കുറവായിരുന്നു അവരുടെ അടുത്ത്. അവർ തരുന്ന ഫ്രീഡം അങ്ങനത്തെ കൈൻഡ് ഓഫ് അല്ല, അവരുടെ അടുത്ത് ഭയങ്കര ഫ്രീഡം കുറവായിരുന്നു. അതായത് എനിക്ക് ഭയങ്കര കോമഡി പറഞ്ഞ് ഭയങ്കര ചിരിച്ച് കളിച്ച് ആന കളിച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. അവരെ ഭയങ്കര ബഹുമാനമായിരുന്നു എനിക്ക്. ബഹുമാനത്തോടെയാണ് ഞാൻ പപ്പയുടെ അനിയന്മാരുടെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ അവരുടെ അടുത്ത് ഭയങ്കര കോമഡി പറഞ്ഞു, ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നത് ഭയങ്കര കുറവാണ്. അത് പിന്നെ അമ്മയുടെ ആങ്ങളമാരുടെ അടുത്താണ് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത്. അതും ചെറുതിലേ അതും ഉണ്ടായിരുന്നില്ല, കാരണം അവർ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നേ. അപ്പം നമുക്കുണ്ടായൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പുരുഷൻ വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ടബിളായിരുന്നു. അതിപ്പോൾ ഞാൻ സത്യസന്ധമായി പറയുവാണെങ്കിൽ അമ്മയുടെ ആങ്ങളമാർ പറഞ്ഞ പോലെ അവർ വെളിയിലാണല്ലോ, അവർ ഗൾഫിലും പുറത്തൊക്കെ കേരളത്തിന് പുറത്തൊക്കെ തന്നെയാണ്. ഒരാൾ ഗൾഫിലും ഒരാൾ കേരളത്തിന് പുറത്ത് അച്ഛനാണ്. അപ്പം ഇവർ വല്ലകാലത്താണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. അന്ന് ഫോണൊന്നും വിളിച്ച് സംസാരിക്കലൊക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ ഇവർ വന്നിട്ട് വരുമ്പം നമ്മുടെ അടുത്ത് ഒരു 10 മിനിറ്റ് കൂടുതൽ സംസാരിക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ടബിളാവും. അതായത് കുഞ്ഞിൽ എന്തെങ്കിലും വിശേഷങ്ങൾ അതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ നമ്മളെ അമ്മയുടെ അടുത്ത് നിൽക്കണം. ഇവർ നമ്മുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോയിരുന്നെങ്കിൽ അത് ഞങ്ങളിപ്പോഴും അച്ചാച്ചനായിട്ട് സംസാരിക്കുക. കാര്യം അച്ഛൻ പറയും, നിങ്ങളെ ചെറുതിൽ വരുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് അങ്ങനെ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ അവിടെ അമ്മയുടെ നൈറ്റീമ പിടിച്ച് അങ്ങനെ നിൽക്കും. അച്ചാച്ചൻ പരമാവധി നോക്കും നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് മിങ്കിൾ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ട് എന്ന് വെച്ചാൽ അച്ചാച്ചൻ അങ്ങനെ രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ അതുകൊണ്ടല്ല, നമ്മൾ സംസാരിച്ച് ശീലമില്ല. നമ്മളിങ്ങനെ അയ്യോ എന്താ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, അവരോട് എന്തും മിണ്ടിയാലാണ് എന്താ ശരി തെറ്റ് എന്നൊന്നും മനസ്സിലാവാതെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുള്ളതാണ്. അത് ഈ ഒരു ഗേൾസ് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ സത്യം പറഞ്ഞാൽ അതുണ്ട്. ഞാൻ പറയാം 10ാം ക്ലാസ് വരെ ആ ഇഷ്യൂ എനിക്ക് ഉണ്ടായിരുന്നു. +1 എത്തിക്കഴിഞ്ഞപ്പം
ആണ് ഞാൻ പിന്നെയും ബോയ്സൊക്കെ ആയിട്ടൊന്ന് കമ്പനി ആവാനും ഒക്കെ തുടങ്ങിയത്. അന്നേരം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും മോശം പറയുന്നത് നമ്മൾ നല്ല ചിലപ്പോൾ മുഖത്തടിച്ചോണൊക്കെ വർത്താനം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതല്ലാതെ അവരുമായിട്ട് നല്ല രീതിയിലൊന്ന് മിങ്കിൾ ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. അത് അങ്ങ് വഴങ്ങത്തേ ഇല്ലായിരുന്നു. ആ സമയം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ആരെങ്കിലും പുറത്തുനിന്നൊരു പയ്യനൊക്കെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ടൊക്കെ സംസാരിക്കും. നമ്മളിങ്ങനെ എനിക്കറിയില്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ്, എന്താ മിണ്ടണ്ട ഇവരോട്, ഇവരെങ്ങനെ വിചാരിക്കുക, അവരുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത പോലത്തെ ഒരു ലോകത്തായിരുന്നു നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ +1 കയറി കഴിഞ്ഞപ്പം കംപ്ലീറ്റ് മാറി. നല്ല ഫ്രണ്ട്സ് സർക്കിളൊക്കെ വരാൻ തുടങ്ങി, ബോയ്സിൻ്റെ നല്ല സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ബോയ്സൊക്കെ ഭയങ്കര കൂളാണ്, നല്ല സെറ്റപ്പാണ്, അവരോട് സംസാരിക്കുന്നത് രസമാണ്. അപ്പോൾ നമ്മൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ബോയ്സ് ഉണ്ട്, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കെയർ ആയിട്ടെന്നല്ല, അല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഗേൾസ് മാത്രമല്ല ബോയ്സും നമുക്ക് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലായത് +1 വന്നപ്പോഴാണ്. അതിപ്പോൾ ഞാനും ചേച്ചിമാരും 3 പേരും അങ്ങനെ തന്നെ. +1 വന്നപ്പോഴാണ് നമുക്ക് ബോയ്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിയുന്നത്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ആൺതരി നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുക, നമുക്കടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ വീട്ടിൽ ഭയങ്കര ഫ്രീഡം ആയിരുന്നേ. നമ്മൾ 4 പെൺപിള്ളേർ, നമുക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ചിരുന്ന് വർത്താനം പറയുന്നു, എന്ത് വേണമെങ്കിലും പറയുന്നു, ഒരു മറയില്ല എന്തിനും. അങ്ങനെ ഭയങ്കര ഫ്രീഡം ആയിട്ട് പെട്ടെന്ന് ചേട്ടൻ നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ വന്ന് താമസിക്കുള്ളേ, ഒരു ദിവസം കൂടിപ്പോയ 2 ദിവസം അങ്ങനെയൊക്കെ. അപ്പോൾ ചേട്ടൻ വന്ന് താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ നമ്മൾ അമ്മയുടെ അടുത്ത് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ ചേച്ചി മാത്രമായിട്ട് സംസാരിക്കുക, നമ്മൾ അധികം ചേട്ടൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുക. ചേട്ടൻ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഭയങ്കര ചമ്മൽ, നമുക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ ചേട്ടനായിട്ട് ഭയങ്കര കമ്പനിയാണ്, 2 ചേട്ടന്മാരായിട്ട് നല്ല കമ്പനിയാണ്. പക്ഷെ ആദ്യം ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഇഷ്യൂസ് തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾ മാത്രമായിട്ട് താമസിക്കുമ്പോൾ അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു സേഫ്റ്റി കുറവോ വേറെ ഒരു കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ സ്ത്രീകളായിട്ട് മാത്രം താമസിച്ചതുകൊണ്ട് എനിക്കുണ്ടായ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പം പുറത്തേക്ക് ഇറങ്ങിപ്പോൾ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും നമ്മുടെ പിന്നാലെ വന്ന്, ഇപ്പോൾ പെട്ടെന്ന് പെടുന്നതിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ പേപ്പന്മാരോ നമ്മുടെ നെയ്ബേഴ്സിൽ ചേട്ടന്മാരോ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അതല്ലാതെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മാത്രമാണ്. അതായത് എന്നോടിപ്പോൾ ഒരു ബാങ്കിൽ പോയി ഒരു കാര്യം ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനില്ല. പക്ഷേ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എന്നെ പ്രായത്തിലുള്ള വേറെ പെൺകുട്ടികളോട് ഇങ്ങനെ പറയുമ്പോൾ അവർ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ബാങ്കിലോ അങ്ങനെ, കാരണം അവരുടെ പപ്പയോ ആങ്ങളമാരോ ഒക്കെ അവരെ കൊണ്ടുപോകാനും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്തൊരു ബാങ്കിൽ പോയി ഒരു കാര്യം ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് പോയി ചെയ്തിട്ട് വരും. അക്ഷയ പോകാൻ പറഞ്ഞാൽ ഞാൻ അക്ഷയ പോകും, റേഷൻ കടയിൽ പോകാൻ പറഞ്ഞാൽ റേഷൻ കടയിൽ പോകും. ഈവൻ ഇറച്ചി വാങ്ങാൻ വരെ നമ്മൾ കുഞ്ഞിലേ പോയിട്ടുണ്ട്. അതായത് ഇന്ന് അതൊരു കാര്യമേ അല്ല. നമ്മുടെ നാടെന്ന് പറയുന്നത് പക്ക ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അന്ന് ഞാനൊക്കെ ചെറുതില്ല, അതായത് ഞാൻ ഒരു 5ലും 4ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു ഇറച്ചി വെട്ട് ഒരു കടയേ ഉള്ളൂ. അത് ഞായറാഴ്ച ദിവസം മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ആ കടയുടെ ചുറ്റിനും പുരുഷന്മാരായിരിക്കും. അതായത് എല്ലാ വീട്ടിലെ ആണുങ്ങളും ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഞായറാഴ്ച എപ്പോഴെങ്കിലും രാവിലെ സമയത്തൊക്കെ ഇറച്ചി വാങ്ങാനൊക്കെ ആയിട്ട് ആ ഒരു കടയുടെ ഫ്രണ്ടിൽ അങ്ങനെ ഉണ്ടാവും. മൂത്ത ചേച്ചി ഒരു ഹൈസ്കൂളൊക്കെ ആവണവരെ എല്ലാ കാര്യത്തിനും പോകും. അത് കഴിയുമ്പോൾ അമ്മ ഒന്ന് പറയും രണ്ടാമത്തെ ആൾ പോയാൽ മതി ഇനി എല്ലാ കാര്യത്തിനും എന്ന് പറയും. ആ ചേച്ചി ഒരുവിധം വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറയും ഇനി നീ പോയാൽ മതി എന്ന് പറയും. അതായത് ഓരോ ഘട്ടം അനുസരിച്ചായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു ഈ ഇറച്ചിയൊക്കെ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇറച്ചി വാങ്ങാനായിട്ട് പോയി ഇറച്ചിക്കടയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ കംപ്ലീറ്റ് പുരുഷന്മാരായിരിക്കും. അവിടെ ഒരൊറ്റ സ്ത്രീകളെന്ന് വെച്ചാൽ ഒരൊറ്റ മഷിയിട്ട് നോക്കാൻ പോലും ഒരു സ്ത്രീ അവിടെ ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഡേവിസിൻ്റെ മോള് വന്നിട്ടുണ്ട്, അവൾക്ക് വേഗം എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഭയങ്കര കാര്യമാണ്. പപ്പേനെ എല്ലാവർക്കും ഭയങ്കര സ്നേഹവും ബഹുമാനമൊക്കെ ആയതുകൊണ്ട് നമ്മൾ നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ എനിക്കങ്ങനെ അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മടിച്ച് നിൽക്കാറില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സേ ഇല്ല. ഇപ്പം എന്താ പറയുക, പുരുഷന്മാരോട് ഒരു 15 മിനിറ്റ് കുത്തിരുന്ന് സംസാരിക്കുക എന്ന് പറയുമ്പം ഉണ്ടായ ഒരു ഡിസ്കംഫർട്ട്നെസ് ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യവും വരാറില്ല ഈ പറഞ്ഞ പോലെ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഗേൾസായിട്ട് താമസിച്ചത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റേജ് നോക്കുവാണെങ്കിൽ വളരെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എനിക്ക് പുരുഷന്മാരായിട്ടുണ്ട്. അതെ, പുരുഷന്മാർ ഇൻ ദ സെൻസ് എൻ്റെ ബോയ്സിലുള്ള എൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് പേരൊന്നുമില്ല, കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകെ 2 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും എനിക്ക് ഓപ്പൺ അപ്പായിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ഷെയർ ചെയ്യാനും, എനിക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും, എനിക്ക് മെൻ്റൽ സപ്പോർട്ട് വേണമെങ്കിലും എല്ലാത്തിനും എനിക്ക് അവരെ സമീപിക്കാൻ പറ്റുന്ന വളരെ വളരെ ജെന്യുവനായിട്ടുള്ള 2 ഫ്രണ്ട്സ് എനിക്കുണ്ട് ബോയ്സിൽ. അപ്പോൾ അതിനകത്ത് ഒരാളുടെ കാര്യം ഞാൻ എടുത്ത് പറയുവാണ്. ആളുടെ പേര് ക്രിസ്റ്റി എന്നാണ്. അപ്പോൾ എനിക്ക് ആളുടെ കാര്യം പറയാനുള്ളത്, ആളിപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ആൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ക്രിസ്റ്റി ഇപ്പോൾ ആളൊരു അപ്പനൊക്കെ ആയിട്ട് കുഞ്ഞാവയൊക്കെ ഉണ്ടായ ആൾക്ക്. അപ്പോൾ അങ്ങനെ അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച്, നമ്മൾ കോളേജ് തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവൻ മാത്രം എന്താ പെട്ടെന്ന് വന്ന് കൂടുതലായിട്ട് സംസാരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവൻ പറഞ്ഞത് എനിക്ക് നീ ഭയങ്കര ജെന്യുവനായിട്ട് ഫീൽ ചെയ്തു, അപ്പോൾ നീയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണെന്നാണ് പിന്നീട് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇവനിങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പറയും, അമ്മ അവൻ്റെ അടുത്ത് കുറേ നേരം സംസാരിക്കാം അമ്മ, എനിക്കത് കംഫർട്ട്നെസ് ഇല്ല അമ്മ എന്നൊക്കെ ഞാൻ പറയും. അമ്മ പറയും കുഴപ്പമില്ല, നിനക്ക് ഓക്കെ ഇല്ലെങ്കിൽ നീ ഓക്കെ അല്ല എന്ന് പറഞ്ഞോന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു ഞാനധികം സംസാരിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അന്ന് ഫേസ്ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവ ഫേസ്ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. അത് വീട്ടു വിശേഷങ്ങൾ, ചായ കുടിച്ചോ, എന്താണ്, എങ്ങനെയാണ്, ഡിഞ്ചുൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പപ്പ എന്താ ചെയ്യുന്നു, അമ്മ എന്താ ചെയ്യുന്നു, അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ തുടക്ക സമയത്ത് ചോദിക്കുന്നത്. അപ്പം എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ റിപ്ലൈ ഒന്നും പെട്ടെന്ന് കൊടുക്കത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ നമ്മൾ ഇച്ചിരി കൂട്ടായി തുടങ്ങി. പക്ഷേ ഇവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് മിങ്കിളാവാൻ തുടങ്ങി. ഞാൻ പക്ഷെ ഭയങ്കര ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ നമ്മൾ കോളേജിൽ വെച്ച് അത്യാവശ്യമൊക്കെ സംസാരിക്കും, പിന്നെ വീട്ടിലോട്ട് വരുമ്പോൾ അങ്ങനെ വല്ലപ്പോഴും ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചാലായി. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് ഇവൻ കോൾ ചെയ്തപ്പോൾ എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവന് ലിറ്ററലി, നിങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ സത്യമായിട്ട് നടന്ന കാര്യമാണ്, ഈ കോള് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഇവൻ്റെ അടുത്ത് ചുമ്മാ വിശേഷം പറയാൻ വിളിക്കണയാണ്. വേറെ അതിനകത്ത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് കംഫർട്ട്നെസ് കുറവാണ്. അതിപ്പോൾ ഏത് ആൺപിള്ളേരുടെ അടുത്തായാലും എനിക്ക് അന്ന് അങ്ങനെയായിരുന്നു. അപ്പം ഇവൻ കോൾ ചെയ്ത് കഴിഞ്ഞപ്പം ഞാനുണ്ടല്ലോ റൂമിൽ ആ ഫോൺ വെച്ചിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് അടുക്കളയിൽ പറഞ്ഞു, അമ്മ അവൻ വിളിക്കുന്നുണ്ടമ്മ, എനിക്ക് അവൻ ഫോണല്ല, എനിക്കൊന്നും സംസാരിക്കാൻ അറിയില്ലമ്മ, ഞാനൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി വാർക്കയുടെ മുകളിൽ പോയി ഇരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയും കംഫർട്ട്നെസ് കുറവുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു ഗേൾസ് ഗ്യാങ്ങിൽ വളർന്നത് കൊണ്ടാണ് അത്രയും ഒരു ഡിസ്കംഫർട്ട് എനിക്കുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പിന്നെ ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനാണ് ഇപ്പം എൻ്റെ ഒരു ആൺ സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും അവൻ്റെ ഫാമിലി ആയിട്ടും അവൻ്റെ വൈഫൊക്കെ ആയിട്ടും ഞാൻ വളരെ വളരെ നല്ലൊരു റിലേഷൻഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ഹാപ്പിയാണ് അവൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ. ദൈവം എനിക്ക് എൻ്റെ ഈ കൈകളിൽ കൊണ്ടുതന്ന ഫ്രണ്ട്ഷിപ്പാണ് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ പക്ഷേ അന്ന് ഈ പറയുന്ന പോലെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് മിങ്കിളാവാനായിട്ട്. 29 വയസ്സിൽ എൻ്റെ അമ്മ വിധവയായത്. അപ്പോൾ അമ്മ അങ്ങനെ ജീവിച്ച് കണ്ടതുകൊണ്ട് ആ ഒരു സ്ട്രെങ്ത് എപ്പോഴും ഞങ്ങളിലുണ്ട്. എനിക്കൊരു മേജർ ആക്സിഡൻറ്റ് സംഭവിച്ച കാര്യം മെജോറിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോഴായാലും എൻ്റെ അമ്മയുടെ ബോൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ബോൾനെസ് ആയിരുന്നു. എൻ്റെ അമ്മ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. ഒറ്റ തവണ മാത്രമേ അമ്മ കരഞ്ഞ് ഞാൻ കണ്ടുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇങ്ങനെ എൻ്റെ കൈയുടെ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ തിരിച്ച് ഇപ്പോൾ കിട്ടിയെല്ലാം ഓക്കെയാണ്, പക്ഷേ ചിലപ്പോൾ തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ കണ്ടത്. അപ്പോഴാണ് ആക്സിഡൻറ്റിൻ്റെ കേസിൽ. അല്ലാതെ എനിക്ക് ആക്സിഡൻ്റായി ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മ ഇങ്ങനെ കരഞ്ഞ് തളർന്നിരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം എൻ്റെ അമ്മ മേ ബി ഇതിലും വലിയ കാര്യങ്ങൾ ലൈഫിൽ നേരിട്ടത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്താണ് എനിക്കുള്ളത്. ഇപ്പം എൻ്റെ അമ്മ മാത്രമല്ല കേട്ടോ, അതായത് ചിലപ്പോൾ ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പം കുടിയന്മാരായ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് ഒന്നിനും ഹെൽപ്പ് ചെയ്യാതെ മക്കളെ ഒറ്റയ്ക്ക് പോറ്റി വളർത്തിക്കൊണ്ട് വന്ന അങ്ങനത്തെ ഭയങ്കര ബോൾഡായിട്ടുള്ള സ്ത്രീകളും ഈ ഒരു സമൂഹത്തിലുണ്ട്.
അപ്പം എല്ലാവരും നമുക്ക് മാതൃകയാണ്. എൻ്റെ അമ്മ മാത്രമല്ല, പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നത് എൻ്റെ അമ്മേനെയാണല്ലോ. അപ്പം ഞാൻ മാതൃകയാക്കുന്നത് എൻ്റെ അമ്മേനെയാണ്. പിന്നെ പറയുന്ന പോലെ കുഞ്ഞിലേ മുതൽ എന്ത് കാര്യവും പറയാനുള്ളൊരു ഫ്രീഡം അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡിഗ്രി വരെ കേട്ടോ ഈ ആമ്പിള്ളേരായിട്ടുള്ള കമ്പനി കുറവുണ്ടായുള്ളൂ. ഒരു ഹാഫൊക്കെ ആയപ്പോൾ തൊട്ടും ഞാൻ ബോയ്സൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. ഗേൾസിന് എങ്ങനെയാണോ ഞാൻ കംഫർട്ട്നെസ് ഉണ്ടാവുക, അതുപോലെ തന്നെ ബോയ്സിൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര കംഫർട്ടായി തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന പോലെ കുഞ്ഞു ഇങ്ങനെ നോട്ടങ്ങളും അല്ലെങ്കിൽ ക്രഷും അങ്ങനെ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിപ്പോൾ +2-നായാലും നമുക്ക് പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്. അതുമായാലും ഞാൻ ആയാലും ഇങ്ങനെ അമ്മ അടുത്ത് പറയും, അമ്മ ഇങ്ങനെ ആ ചെക്കൻ നോക്കിയമ്മ, ആ ചെക്കനെ ഇങ്ങനെ കണ്ണിട്ട് നോക്കിയമ്മ, ഞാനും നോക്കിയമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാനും ചേച്ചിമാരും ഇതുവരെ അമ്മയുടെ അടുത്ത് ഒരു കാര്യവും ഷെയർ ചെയ്തിരുന്നിട്ടില്ല. എൻ്റെ ലൈഫിൽ ഒരു സിംഗിൾ പോയിൻ്റ് ഉണ്ടെങ്കിൽ അതുവരെ ഞാൻ എൻ്റെ അമ്മയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രീഡം അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ സ്കൂൾ ബാഗൊക്കെ എടുത്തിട്ട് വേഗം ഓടിപ്പോകുന്നത് അടുക്കളയിലേക്കാണ്. എന്നിട്ട് അമ്മ അത് അങ്ങനെ ഉണ്ടായി, അമ്മ ഇങ്ങനെ ഉണ്ടായി, അമ്മ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിൽ ആ ചെക്കൻ നോക്കിയമ്മ, ഈ ചെക്കൻ നോക്കിയമ്മ, അവനത് പറഞ്ഞമ്മ, ഇത് പറഞ്ഞമ്മ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്തു വിചാരിക്കും, അയ്യോ നിങ്ങളുടെ പപ്പ അല്ലെങ്കിൽ ആങ്ങളുണ്ട് അവൻ കേട്ട സീന, അങ്ങനത്തെ ഫീലിങ്ങൊന്നും നമുക്കില്ല. കാരണം നമ്മൾ ഭയങ്കര ഓപ്പണപ്പായിട്ട് നമ്മൾ അമ്മയോട് ഭയങ്കര ചിരിച്ച് കളിച്ച് പറയുന്നു. ചിലപ്പോൾ അമ്മ ഇതൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുച്ഛഭാവമായിരിക്കും, ചിലപ്പോൾ നല്ല എൻജോയ് ചെയ്ത് കേട്ടിരിക്കും, ചിലപ്പോൾ അമ്മയുടെ പണികളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ട് അത് വല്ല മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ എന്ത് പറയാനുള്ള സാഹചര്യവും നമുക്കുണ്ടായിരുന്നു, ആ ഒരു ഫ്രീഡവും നമുക്കുണ്ടായിരുന്നു. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലെ ഒരു സിറ്റുവേഷൻ. പിന്നെ ഈ പറയുന്ന പോലെ പപ്പയൊക്കെ മരിച്ച് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതൊരു ആൺകുട്ടിയായിരിക്കും. അതായത് ഞാൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കും, പപ്പയുടെ ഒരു പ്രതിപുരുഷനായിട്ട് ഞാൻ വരും എന്നുള്ള തോട്ടൊക്കെ ആയിരുന്നു ഈ ഒരു നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അതായത് ഞാൻ ജനിക്കുന്ന അന്ന് ഈ നാട് മുഴുവൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു ആൺകുട്ടിയായിരിക്കും. അതായത് പപ്പ മരിച്ചല്ലോ, പിന്നെ 4 മാസങ്ങൾക്ക് ശേഷമാണല്ലോ മൂന്നാമതൊരു കുഞ്ഞുണ്ടാവുമ്പോൾ അമ്മയ്ക്ക്. അപ്പോൾ ആ കുട്ടി ഒരു പെൺകുട്ടി ആവരുത്, ആ കുട്ടി ഒരു ആൺകുട്ടി ആയിരിക്കണം, എന്നാൽ ആ കുടുംബം രക്ഷപ്പെടുള്ളൂ. ഒരു ആൺകൊച്ചു വന്നാൽ ആ കുടുംബത്തിനെ കരകയറ്റി കൊണ്ടുവരും. അങ്ങനത്തെ ഒരു തോട്ടിലൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 1998 സെപ്റ്റംബർ 24 ഞാൻ വരുന്നു, വന്നു പെങ്കൊച്ച്. ഞാൻ പറഞ്ഞു കേട്ടിട്ട് വെച്ചിട്ട്, എൻ്റെ അമ്മാമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ട് വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ മുഖത്ത് പോലും ഒരു പുഞ്ചിരി ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ജനിച്ചു, ഞാനൊരു പെൺകുട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അയ്യോ 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 അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഓൾറെഡി എൻ്റെ ഫാമിലിയുടെ അവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ട് ആയിരിക്കാം. എൻ്റെ അമ്മയാണെങ്കിൽ ഒത്തിരി കരഞ്ഞു എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഈ പറയുന്ന പോലെ എന്തോ ഒരു സങ്കടം. എൻ്റെ പപ്പയ്ക്ക് ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആൺകൊച്ചായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു, ആയിരുന്നെങ്കിൽ പോലും അത് കാണാൻ പപ്പ അന്ന് ജീവിച്ചിരിക്കുന്നില്ല. എന്നാലും പിന്നെ അമ്മ വിചാരിച്ചത് അമ്മ പറയാം അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ ഓർത്തത് ആരോഗ്യമുള്ളൊരു കുഞ്ഞാണല്ലോ, അപ്പം കുഴപ്പമില്ല, അങ്ങനെ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഓക്കെ എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഞാൻ പറയണേ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ആൺപിള്ളേരും പെൺപിള്ളേരെന്ന് വെച്ചിട്ട് അങ്ങനെ ആൺപിള്ളേർ മാത്രമാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തിക്കുക അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുന്നല്ല, രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് പറയാനുള്ളത് ആണും പെണ്ണും വ്യത്യാസങ്ങളുണ്ട്, ഫിസിക്കലി ഡിഫറൻസസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ആൺകൊച്ച് ജനിച്ച ആ കുടുംബത്തിന് ഐശ്വര്യം, പെൺകൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ അയ്യോടാ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിനകത്തൊന്നും വലിയ കഥയില്ലെന്നേ. അപ്പോൾ പെൺകുട്ടികൾ മാത്രമായിട്ട് ജനിച്ച് വളർന്ന് ജീവിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. കുഞ്ഞു ലിമിറ്റേഷൻസൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാവും, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ഡിഞ്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബോയ്സിനോട് സംസാരിക്കാൻ ഒരു കംഫർട്ട്നെസ് കുറവുള്ള ഡിഞ്ചു അങ്ങനെയൊന്നുമല്ല. ഞാൻ ഗേൾസിനോട് എങ്ങനെയാണോ അതേ കണക്ക് തന്നെയാണ് ബോയ്സിനോടും. ഞാനിപ്പോൾ എന്തിനാണ് ഇതൊക്കെ ഇത്രയും ഇവിടെ ഒന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഗേൾസ് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ രക്ഷപ്പെടത്തില്ലേ, അല്ലെങ്കിൽ നമ്മളെ സമൂഹം എങ്ങനെയായിരിക്കും കാണുക എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ സ്ത്രീകൾ മാത്രമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളതിനകത്ത് കംഫർട്ടാണോ, നിങ്ങൾ സ്ത്രീകൾ മാത്രമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പുരുഷന്മാരുടെ ഹെൽപ്പ് വേണമെന്നുള്ള തോട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരില്ലാതെ ഭയങ്കരമായിട്ട് സ്ട്രഗിളാണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറയണം. എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്ന് കരുതി ഞാൻ കുഞ്ഞിലെ ഞങ്ങൾ
ഞങ്ങൾ പുരുഷന്മാരുടെ ഹെൽപ്പ് എടുക്കാതെ ഇരുന്നിട്ടില്ല. നല്ല രീതിയിൽ ഹെൽപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിന്ന് ഒരു കാര്യം ചെയ്യാറായപ്പം മുതൽ ഹെൽപ്പ് എടുക്കുന്നത് വളരെ 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 കുറവാണ്. നല്ല അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ അടക്കി ഒതുക്കി ആരും വെക്കാതെ നമ്മളാ ഷെല്ലിൽ നിന്നൊക്കെ ഒന്ന് പതുക്കെ പുറത്ത് വന്ന് അച്ചടക്കവും ഉള്ളത് നല്ലതാണ്, ഡിസിപ്ലിനൊക്കെ ഉള്ളത് നല്ലതാണ്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഒരു ലേബൽ ഉണ്ടല്ലോ, നല്ല അടങ്ങിയിരിക്കുന്ന അടക്കം ഒതുക്കമുള്ള കുട്ടി, അത്ര ലേബലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കുറച്ചൊരു തൻ്റേടിയൊക്കെ ആയിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ഭംഗി. തൻ്റേതായ ഇടം കണ്ടെത്തുന്നവളാണല്ലോ തൻ്റേടി. സോ കുറച്ച് തൻ്റെ ഇടത്തോടെ ഇരിക്കട്ടെ, അതാണ് അതിൻ്റെ ആ ഒരു ഭംഗി. സ്ത്രീകളുടെ ഭംഗി തൻ്റെ ഇടമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ 4 സ്ത്രീകൾ ഈ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കഥ.